ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഡ്രൈവറിൻ്റെ യൂണിഫോം ഡ്രൈവർ പോസ്റ്റൽ ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഡ്രൈവർ കം OA എഴുതുന്ന ആളുകൾക്കും എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു പാട്ട് എന്ന് പറയുന്നത് നമുക്ക് പാർക്കിങ്ങും സ്റ്റോപ്പിങ്ങിനെയും കുറിച്ചാണ്. അത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ നിയമത്തിൽ പാർക്കിംഗ് എന്താണ്, സ്റ്റോപ്പിംഗ് എന്താണെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. നോർമലി നമ്മളെല്ലാവരും എന്താ പഠിക്കല്, പാർക്കിംഗ് എന്താണ്, സ്റ്റോപ്പിംഗ് എന്താണ്, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ട് പറയുന്നില്ലേ. നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ ഡ്യൂറേഷന് ഒരു ഡ്യൂറേഷനും കാര്യങ്ങളും പഠിച്ചിട്ട് നിർത്തുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമുക്ക് അവിടെ തന്നെ അതിൽ കൂടുതൽ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് പാർക്കിംഗ് പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് സ്റ്റോപ്പിംഗ് പഠിക്കാനുണ്ട്. ഏതെല്ലാം രീതിയിൽ പാർക്ക് ചെയ്യാം, ഏതെല്ലാം രീതിയിൽ വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാനുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാർക്കിംഗ് അല്ലെങ്കിൽ എന്താണ് സ്റ്റോപ്പിംഗ് നോക്കാം. ഫസ്റ്റ് നമുക്ക് പാർക്കിംഗ് നോക്കാം. എന്താണ് പാർക്കിംഗ്, എന്തിനാണ് നമ്മൾ നോർമലി പാർക്കിംഗ് എന്ന് പറയുന്നത്? യാത്രക്കാരെയോ ചരക്കുകളെയോ ലഗേജുകളെയോ പെട്ടെന്ന് കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ അല്ലാതെ ഒരു വാഹനം നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരികയും 3 മിനിറ്റിലധികം വാഹനം നിർത്തിയിടുകയും ചെയ്യുന്നതിനാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കല്ലാതെ, അതായത് യാത്രക്കാരെയോ ചരക്കുകളെയോ വാഹനത്തെ, അതായത് ലഗേജുകളോ യാത്രക്കാരോ ചരക്കുകളോ, ഇത് ഗുഡ്സ് തന്നെ പറയാം, ഇത് ലഗേജ് ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളുടെ ലഗേജ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കയറ്റുന്നതിനല്ലാതെ, അത് കയറ്റാനും ഇറക്കുന്നതിന് വേണ്ടി നമ്മൾ നിർത്തുന്നതല്ലാതെ, നമ്മളൊരു വാഹനം റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്, ഈ യാത്രക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ചരക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, ചരക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, ലഗേജ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പാർക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതിനല്ലാതെ വാഹനം ഒരു സ്ഥലത്ത് നിർത്തിയിടുന്നത്, നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതും 3 മിനിറ്റിലധികം ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്ന് പറയുന്നത്. 3 മിനിറ്റ് അല്ലേ, 3 മിനിറ്റിൽ, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. 3 മിനിറ്റിലധികം നിർത്തിയിടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർക്കിംഗ് എന്ന് പറയുന്നത്. 3 മിനിറ്റിലധികം നിർത്തിയിടുന്നതിനാണ് നമ്മൾ പാർക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ ആ സമയത്ത് ഡ്രൈവർ ആ സീറ്റിൽ ഉണ്ടായാലും അതെന്താണ്, അത് പാർക്കിംഗ് ആണ്. ഡ്രൈവർ ആ സീറ്റിൽ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതെന്താണ്, പാർക്കിംഗ് ആണ്. ഈ ആവശ്യങ്ങൾക്കല്ലാതെ 3 മിനിറ്റിൽ കൂടുതൽ നിർത്തിയിട്ടാൽ അതെന്തായിട്ട് മാറി, പാർക്കിംഗ് ആയി മാറി. അപ്പോൾ അതാണ് പാർക്കിംഗ് എന്നുള്ളത്. ഇത് നമ്മൾ MV ആക്ടിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് അടുത്ത് നമുക്കറിയാം വിവിധ തരം പാർക്കിംഗാണ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർക്കിംഗ്. എങ്ങനെയൊക്കെ വാഹനം പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിവിധ തരം പാർക്കിംഗ് ആണ്, കുറേ അധികം ഉണ്ട്. നമുക്കധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു 5-6 ടൈപ്പ് പാർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാരലൽ പാർക്കിംഗ്. ഇതൊക്കെ ഓരോന്ന് നമുക്ക് ഓരോ പിക്ചർ വെച്ചിട്ട് തന്നെ കണ്ടിട്ട് മനസ്സിലാക്കാം. ഞാൻ പാരലായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നേക്കാളും കൂടുതൽ ഒരു പിക്ചർ കാണിച്ചത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുക. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാരലൽ പാർക്കിംഗ് ആണ്. വാഹനം പാരലായിട്ട് നിർത്തുന്നതായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ പാർക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് പെർപെൻഡിക്കുലർ പാർക്കിംഗ് അല്ലെങ്കിൽ നേരെയായ പാർക്കിംഗ് അല്ലെങ്കിൽ വെർട്ടിക്കൽ പാർക്കിംഗ് എന്ന് പറയുന്നു. മൂന്നാമത്തത് കോണാകൃതിയിലുള്ള പാർക്കിംഗ്, അതായത് നമ്മൾ ആംഗുലർ പാർക്കിംഗ് എന്നാണ് പറയുന്നത്. നാലാമത്തത് ഡബിൾ പാർക്കിംഗ്. അഞ്ചാമത്തത് വാലറ്റ് പാർക്കിംഗ്. ആറാമത്തത് സ്മാർട്ട് പാർക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് പാർക്കിംഗ്. ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് നോക്കാം അല്ലേ. ഫസ്റ്റ് എന്താണ് പാരലൽ പാർക്കിംഗ്. എന്താണ് പാരലൽ പാർക്കിംഗ്? പാരലൽ പാർക്കിംഗ് ഈ ഫിഗർ ജസ്റ്റ് നോക്കിയതിനു ശേഷം നമുക്ക് നോക്കാം. ഒരു വാഹനം, 2 വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. ആ രണ്ടാമത്തെ വാഹനത്തിന്റെ ഇടയിൽ മറ്റൊരു വാഹനം നിർത്തി, അതായത് 3 വാഹനങ്ങൾ ഒരു റോഡിന്റെ സൈഡിൽ കറക്റ്റ് ആയിട്ട് ഓരോ വരിക്കായിട്ട് പാരലലായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ പാർക്കിംഗ് ആണ്. സാധാരണയായി തിരക്കേറിയ റോഡുകളിൽ വാഹനം റോഡിന്റെ ദിശയിൽ ഒപ്പം ചുരുങ്ങിയ സ്ഥലത്ത് നിർത്തുന്നു. നമ്മളിത് ഇങ്ങനെയാണ് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ, ഒരു വാഹനത്തെ ഇങ്ങനെയാണ് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്താ പാരലൽ പാർക്കിംഗ് അല്ല. അവിടെ നമുക്കറിയാം അവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, സ്ഥലം പോലെ അവിടെ നല്ല സ്ഥലം നമുക്ക് മിസ്സാവും. അപ്പോൾ റോഡ് നല്ല തിരക്കുള്ള റോഡുകളിലൊക്കെ വാഹനം റോഡിനോട് ചാരിയിട്ട് നിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ പാർക്കിംഗ് എന്ന് പറയുന്നത്. അത് ആ ഭാഗത്തോട്ടാണ് നമ്മൾ ഇങ്ങോട്ടും, നമ്മൾ ഇവിടെ ഈ സൈഡാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സൈഡിലൂടെ പോകുന്നത് കാണിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ നിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ പാർക്കിംഗ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു റോഡിന്റെ തിരക്കേറിയ റോഡുകളിൽ വാഹനങ്ങൾ റോഡിന്റെ ദിശയിൽ ഒപ്പം ചുരുങ്ങിയ സ്ഥലത്ത് നിർത്തും, വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നിർത്തുന്നതിനാണ് പാരലൽ പാർക്കിംഗ്. പിന്നെ പാർക്കിംഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും, ഇതിന്റെ പിന്നിൽ പോയി നിന്നിട്ട് കറക്റ്റ് നമ്മൾ അതിന്റെ ഗ്യാപ്പിലോട്ട് വാഹനം ഓടിച്ച് കയറ്റുന്ന രീതി. അത് പല ആളുകളും പല രീതിയിലാണ്. ഇതൊരു ആംഗിളും അളവും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാഹനം കൃത്യമായിട്ട് അവിടെ കൊള്ളിക്കാൻ കഴിയും. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പെർപെൻഡിക്കുലർ പാർക്കിംഗ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ, ഇങ്ങനെയല്ലേ, ഈ ഒരു ലൈൻ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ പെർപെൻഡിക്കുലർ പാർക്കിംഗ്. ഇതിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് നേരെയായ പാർക്കിംഗ്, വെർട്ടിക്കൽ പാർക്കിംഗ് എന്നുള്ള പറയുന്നത്. നേരെയായ പാർക്കിംഗ് അല്ലെങ്കിൽ വെർട്ടിക്കൽ പാർക്കിംഗ്, കുത്തനെയുള്ള പാർക്കിംഗ് എന്നൊക്കെ പറയുന്നത്. വാഹനങ്ങൾ റോഡിനോടും കാൽനടപ്പാതയോടും 90 ഡിഗ്രി കോണിൽ നിർത്തുന്നത്.
ഇപ്പോൾ റോഡ് ഇങ്ങനെ ഇങ്ങോട്ട് വാഹനം പോകുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമുക്കതറിയാം അതിൻ്റെ ഫുട് പാത്ത് പറയുന്നത് ഇതായിരിക്കും. അതിന് 90 ഡിഗ്രിയിൽ ഇതേപോലെ വാഹനങ്ങൾ നിർത്തുന്നതിനാണ്. കുറച്ചുകൂടി സ്ഥലമുള്ള ഏരിയകളാണെങ്കിൽ ഇപ്പോൾ റോഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുട് പാത്തിൻ്റെ ഏരിയയിലോട്ട് കുറച്ചധികം സ്ഥലമുള്ള ഏരിയകളാണെങ്കിൽ ഫുട് പാത്തിൽ വാഹനം നിർത്താൻ പാടില്ല. അതിൻ്റെ ഏരിയയിലോട്ട് കുറച്ചധികം സ്ഥലമുള്ള ഏരിയകളാണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ടൈപ്പ് പെർപെൻഡിക്കുലർ പാർക്കിംഗ് അല്ലെങ്കിൽ വെർട്ടിക്കൽ പാർക്കിംഗ് യൂസ് ചെയ്യുന്നത്. അതിന് ഷോപ്പിംഗ് മാളുകൾ, പാരലൽ പാർക്കിംഗ് സ്ലോട്ടുകളിലൊക്കെയാണ് നമ്മൾ നോർമലി ഇങ്ങനെ പാർക്കിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ആംഗുലർ പാർക്കിംഗ്. നമ്മൾ ആംഗുലർ പാർക്കിംഗ് അത് 60 ഡിഗ്രി ആംഗുലർ പാർക്കിംഗ് ഉണ്ട്, 45 ഡിഗ്രി ആംഗുലർ പാർക്കിംഗ് ഉണ്ട്. എങ്ങനെയായിരിക്കും? വാഹനം ചെരിച്ച് നിർത്തുന്നത് അല്ലേ? ഇങ്ങനെ നിർത്തുന്നത് കൊണ്ട് എന്താ ഉപകാരം? നമുക്ക് വാഹനം കുറച്ചുകൂടി അധികം വാഹനങ്ങൾ കൊള്ളും. നിർത്തിയ വാഹനത്തിനെ എടുത്തു പോകുന്നതിന് നമുക്ക് എന്തായിരിക്കും? നമുക്ക് സുഖമായിരിക്കും അല്ലേ? ഇങ്ങനെ കൊണ്ടുപോയി നിർത്താനും സുഖമാണ്. ആംഗുലർ 90 ഡിഗ്രിയിൽ നിർത്തുക, 2 വാഹനങ്ങൾക്ക് ഇടയിലോട്ട് സ്ലോട്ടിലോട്ട് കറക്റ്റ് കയറ്റണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിർത്താനും എടുക്കാനും കഴിയും. കോണാകൃതിയിലുള്ള പാർക്കിംഗ് അല്ലെങ്കിൽ ആംഗുലർ പാർക്കിംഗ് എന്നാണ് ഈ ടൈപ്പ് പാർക്കിങ്ങിന് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ പാർക്കിംഗ് ആണ്. വാഹനങ്ങളിൽ 45 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി കോണിൽ നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗുലർ പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പാർക്കിംഗ് ചെയ്യാനുള്ള എളുപ്പം, എന്നാൽ കൂടുതലായി സ്ഥലം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പാർക്കിംഗ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട്, പാർക്കിംഗ് ചെയ്യാനും വാഹനം എടുത്തു പോകുന്നതിനും എന്താണ് കുറച്ച് ഈസി ആയിട്ടുള്ള ടൈപ്പാണ് ഏത് പറയുന്നത്? ആംഗുലാർ പാർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത് ഡബിൾ പാർക്കിംഗ്. ഇതിന്റെ ബ്രാക്കറ്റിൽ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള കൂടി ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഡബിൾ പാർക്കിംഗ്? ഇത് പ്രൊഹിബിറ്റഡ് ആണ്, ഒഴിവാക്കിയതാണ്. നിയമവിരുദ്ധമാണ് ഈ പാർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതിനെ സൈഡിൽ മറ്റൊരു വാഹനം പാർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ പാർക്കിംഗ് ആണ്. ഇപ്പൊ ഈ വാഹനത്തിന് ഒരിക്കലും, ഈ ട്രാക്കിൽ കിടക്കുന്ന ഈ വാഹനത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തോട്ട് എടുക്കാൻ പറ്റൂല. ഈ വാഹനങ്ങൾ തടഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പാർക്കിംഗ് ആണ് എന്ത് പറയുന്നത്? ഡബിൾ പാർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു പാർക്കാക്കിയ വാഹനത്തിന് പക്കൽ മറ്റൊരു വാഹനം പാർക്ക് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഇത് ശരിക്ക് നിയമവിരുദ്ധമാണ്. പക്ഷെ ഈ പാർക്കിംഗ് യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പാർക്കിംഗ് ഏരിയകളൊക്കെ ഉണ്ടായിരിക്കും, പേ പാർക്കിംഗ് പോലുള്ള ഏരിയകളൊക്കെ. അവിടെ നമുക്ക് ഇങ്ങനെ സ്ലോട്ടിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ വീണ്ടും വാഹനങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പാർക്കിംഗ് ലോട്ട് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പാർക്കിങ്ങിന്റെ പേ പാർക്കിംഗ് നടത്തുന്ന ആളുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ വാഹനം കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്യിപ്പിച്ചിട്ട് കീ അവർ തന്നെ മേടിച്ചു വെക്കും. ഈ വാഹനത്തിലെ ആളുകൾക്ക് വാഹനം എടുക്കാൻ ആവശ്യമായ സമയങ്ങളിൽ നമ്മളെ വാഹനം പിന്നോട്ടോ മുന്നോട്ടോ നീക്കി കൊടുത്തതിന് ശേഷം അവർ എന്ത് ചെയ്യും? പിന്നീട് അങ്ങോട്ട് സ്ലോട്ടിൽ ഏരിയ വരും. അങ്ങനെ ചെയ്യാറുണ്ട്. അതൊരു ഒരാളുടെ ഗൈഡൻസോട് കൂടി ചെയ്യുന്നതാണ്. പക്ഷെ നോർമലി നമ്മൾ സ്വയം സെൽഫ് പാർക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിർത്തിയിട്ടിട്ട് പോകാൻ പാടില്ല. അതാണ് ഡബിൾ പാർക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഇനി നോർമൽ നമുക്കിപ്പോൾ ഒരു റോഡ്, ഇങ്ങനെ ഒരു റോഡ് ഉണ്ട്, ഈ റോഡിന് ക്രോസ് ആയിട്ട് ഇങ്ങനെ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്, വെർട്ടിക്കലായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ പോയി പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെ, തൊട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ അത് ഡബിൾ പാർക്കിങ്ങിന്റെ കേസിൽ തന്നെയാണ് അത് വരിക. ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് വാലറ്റ് പാർക്കിംഗ്. നിങ്ങൾ കുറെ ആളുകൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. വലിയ ഷോപ്പിംഗ് മാളുകളിലോ അല്ലെങ്കിൽ വലിയ ഹോട്ടലുകളിലോ ഒക്കെ പോകുന്ന സമയത്ത് നോർമലി അവിടെ ഒരു വാലറ്റ് പാർക്കിംഗ് ഉണ്ടായിരിക്കും. ഇത് വലിയ മാളുകൾക്കോ വലിയ സ്ഥലങ്ങൾക്കോ പോകുക എന്ന് മാത്രമല്ല, അവരുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാനും കൂടി വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സിറ്റിയുടെ സെൻട്രലുള്ള ഒരു ഷോപ്പിംഗ് മാൾ ആണെങ്കിൽ, അല്ലെങ്കിൽ സിറ്റിയുടെ സെൻട്രലുള്ള ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ, അവിടേക്ക് ആൾ കയറണം എന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കും. പക്ഷെ വാലറ്റ് പാർക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ വാഹനം മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നു, നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു, കീ അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നു. അവിടെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ എന്തായിട്ടുണ്ടാകും? ആ വാഹനം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവരുടെ പാർക്കിങ്ങിന്റെ സ്ഥലങ്ങൾ കൊണ്ടുപോയി ഇടുന്നതിനും നമുക്ക് ആവശ്യമായ സമയങ്ങളിൽ നമ്മളെ വാഹനം തിരിച്ചു കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് നിയോഗിച്ച ഒരാളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ്, ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലറ്റ് പാർക്കിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഡ്രൈവർ, അതിനെ നമ്മൾ വാലറ്റ് പറയും, നിങ്ങൾക്ക് വേണ്ടി വാഹനം പാർക്ക് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലറ്റ് പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ ഓൾമോസ്റ്റ് എല്ലാ നല്ല രീതിയിലുള്ള ഹോട്ടലുകളിലും ഫ്രണ്ടിൽ പാർക്കിംഗ് സ്പേസ് ഇല്ലാത്ത ഹോട്ടലുകളിലൊക്കെ അവർ ചെയ്യാറുള്ളത് വാലറ്റ് പാർക്കിംഗ് സിസ്റ്റം തന്നെയായിരിക്കും. കാരണം കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റമാണ് എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലാസ്റ്റ് നമുക്ക് വരുന്നത് സ്മാർട്ട് പാർക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് പാർക്കിംഗ്. സ്മാർട്ട് പാർക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസേഴ്സും കാര്യങ്ങളും വാഹനത്തിലെ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അവിടെ പോയി വാഹനം നമ്മൾ ഇറങ്ങിയതിന് ശേഷം വാഹനം സ്വയം സെൽഫായിട്ട് പോയി പാർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മാർട്ട് പാർക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് പാർക്കിംഗ് എന്ന് പറയുന്നത്. ടെക്നോളജി ഉപയോഗിച്ച് പാർക്കിംഗ് മാർഗനിർദ്ദേശം നൽകുന്ന ആപ്പുകൾ, സെൻസർ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർമലി നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്ത് പാർക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓൾറെഡി വാഹനം തന്നെ സെൻസ് ചെയ്ത് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് നോക്കിയിട്ട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാഹനം അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും?
പാർക്ക് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്മാർട്ട് പാർക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് പാർക്കിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സിസ്റ്റം ആണ് ഇത്. വാഹനങ്ങൾക്ക് വേണം ആ വാഹനത്തെ സെൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളും ആയിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വാഹനം കൊണ്ടുപോയിട്ട് പാർക്കാകുക. അപ്പൊ ഇത്രയും പാർക്കിംഗ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പാർക്കിംഗ് ആണ് നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് അടുത്ത ഒരു പോയിന്റ്, 2 പോയിന്റുകൾ നമുക്ക് പറയാനുള്ളത്, പാർക്കിംഗ് ഫേസിങ് അപ്പ് ഹില്ല്, പാർക്കിംഗ് ഫേസിങ് ഡൗൺ ഹില്ല്. നമ്മൾ ഒരു അപ്പ് ഹില്ലായിട്ടുള്ള റോഡുകളിൽ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാഹനം നിർത്തേണ്ട എങ്ങനെയാണ്. അപ്പോൾ അത് ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് വിചാരിക്കുക. ഞാൻ ഈ കാണിച്ചിട്ടുള്ള ട്രാഫിക് സൈൻ നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളത് അത് എങ്ങനെയുള്ള ഏരിയ ആണെന്ന് മനസ്സിലാക്കാനാണ്. ഒരു വാഹനം കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ ഒരു കെർബ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ റോഡിന്റെ ജോമെട്രി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. ഒരു തിട്ട് പോലെ കെട്ടിയിട്ടുണ്ടായിരിക്കും റോഡിന്റെ എൻഡിലോട്ട്. അതിനോട് ചാരിയിട്ട് നമ്മളുടെ വീലുകൾ നിൽക്കേണ്ട പൊസിഷൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മളൊരു അപ്പ് ഹില്ലിൽ പാർക്ക് ചെയ്യേണ്ടത്. എന്തിനാണ് അങ്ങനെ അപ്പ് ഹില്ലിൽ പാർക്ക് ചെയ്യുന്നത്? ഇൻ കേസ് നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് വാഹനം ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അപ്പ് ഹില്ല് പാർക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വന്നിട്ട് തടഞ്ഞു നിൽക്കാൻ അതിനും കൂടി എന്തുണ്ടായിരിക്കും, ഒരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടും. അതാണ് പാർക്കിംഗ് അറ്റ് അപ്പ് ഹില്ലിന്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി പാർക്ക് ആയിട്ട് ഡൗൺ ഹില്ലാണെങ്കിലോ അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ, ഇറങ്ങിറങ്ങുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ കെർബിനോട് ചാരിയാണ് പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് ആയിരിക്കണം നമ്മളുടെ വീലുകൾ തിരിച്ചു വെക്കേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ നമ്മൾ പാർക്കിംഗ് പറയുന്ന സമയത്ത് നമ്മൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറയാം. ഇങ്ങനെയുള്ള അറിവുകളൊന്നും നമുക്ക് എക്സാമിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. നമ്മൾ ജീവിതത്തിൽ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ വാഹനം ഓടിക്കുമ്പോഴൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന അറിവുകൾ കൂടിയാണ് നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്നുള്ള ഭാഗത്തിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റോപ്പിംഗ് ആണ്. നമ്മൾ പാർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റോപ്പിംഗ് ആണ്. സ്റ്റോപ്പ് പറഞ്ഞാൽ എന്താണ്, വാഹനം നിർത്തുന്നതിനാണ് അല്ലേ. 2 ടൈപ്പ് സ്റ്റോപ്പിംഗ് ആണ്. സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഡെഫിനിഷൻ ആയിട്ട് പറയണ്ട, വാഹനം നിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 ടൈപ്പ് സ്റ്റോപ്പിംഗ് ആണ് നോർമലി നമുക്കുള്ളത്. ഒന്ന് നോർമൽ സ്റ്റോപ്പിംഗും 2 എമർജൻസി സ്റ്റോപ്പിംഗും. ഒന്ന് നോർമൽ സ്റ്റോപ്പിംഗ് പറഞ്ഞാൽ എന്താ, നമ്മൾ വാഹനം പതിയെ നമുക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തി അല്ലെങ്കിൽ ആവശ്യമായ ദൂരത്ത് നമ്മൾ കൊണ്ടുപോയി നിർത്തുന്നതിനാണ് നോർമൽ അറിയുന്നത്. പക്ഷെ എമർജൻസി സ്റ്റോപ്പിംഗ് എന്താണ്, പെട്ടെന്ന് നമുക്കൊരു എമർജൻസി കണ്ടീഷൻ വരികയാണ്, വാഹനം പെട്ടെന്ന് നിർത്താനും, പെട്ടെന്ന് മുന്നിലോട്ട് എന്തെങ്കിലും വീഴുക, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുക, നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഫെയിലിയർ സംഭവിക്കുക, അപ്പോൾ നമുക്ക് എമർജൻസി വാഹനം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എമർജൻസി വാഹനം സ്റ്റോപ്പ് ചെയ്യേണ്ട എങ്ങനെ, അതേപോലെ നോർമലി വാഹനം സ്റ്റോപ്പ് ചെയ്യേണ്ട എങ്ങനെ എന്നുള്ള ഒരു പ്രൊസീജിയർ, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട രീതി എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോർമൽ സ്റ്റോപ്പിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, വലിയൊരു കാര്യങ്ങളൊന്നല്ല, പക്ഷെ നമുക്ക് അത് ഓരോ സെന്റൻസ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് വന്നിട്ട് എവിടെ നിർത്തണമെന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം പ്ലാൻ ചെയ്യേണ്ടത്, വാഹനം നിർത്തേണ്ടത്. അപ്പോൾ നമ്മളൊരു പാർക്കിംഗ് ബേലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് നിർത്താൻ പോകുകയാണെങ്കിൽ നമ്മൾ എവിടെ വാഹനം നിർത്തണം എന്നുള്ളതാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്ലാൻ ചെയ്യുന്നത്. ദെൻ അടുത്തത് മിററുകൾ പരിശോധിക്കുക, ആവശ്യമെങ്കിൽ മതിയായ സിഗ്നൽ നൽകുക. നമ്മൾ വാഹനം നിർത്തുന്നതിന് മുന്നായിട്ട് നമ്മളുടെ ലെഫ്റ്റ് റിയർ വ്യൂ മിററും റൈറ്റ് വ്യൂ മിററും നോക്കണം. കാരണം പിന്നിൽ വാഹനങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സിഗ്നലുകൾ കൊടുത്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ടേൺ ചെയ്യാണ്, അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാണ് എന്നുള്ള സിഗ്നലുകൾ കൊടുത്തതിന് ശേഷം മാത്രം മൂവ് ചെയ്യുക. ദെൻ ആക്സിലേറ്ററിൽ നിന്നും കാലെടുക്കുക. 4ാമത്തെ ബ്രേക്കിൽ കാലമർത്തുക. നോർമലി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ്. വേഗത കുറയുമ്പോൾ ക്ലച്ചിൽ കാലമർത്തുക. വാഹനം നിന്ന ശേഷം ഹാൻഡ് ബ്രേക്ക് ഇടുക. അതാണ് അടുത്ത പോയിന്റ്. ബാക്കിയൊക്കെ നമുക്ക് അറിയണതാണ്. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്ത് വാഹനം നിന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്യണം അല്ലേ, ഹാൻഡ് ബ്രേക്ക് ഇടണം. ഇതിന് അടുത്തത് ഇൻഡിക്കേറ്ററുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക, കാറിനെ ന്യൂട്രൽ ഗിയറിലോട്ട് കൊണ്ടുവരിക. നമ്മൾ നോർമലി ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് ഒരു സൈഡിലോട്ട് നിർത്തിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക. പിന്നെ ന്യൂട്രൽ ഗിയറിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, ന്യൂട്രൽ ഗിയറിൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളൊരു സേഫ്റ്റിക്ക് ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ഏതെങ്കിലും ഒരു ഗിയറിൽ ഇട്ടിട്ടായിരിക്കും പോവുക. അതും തന്നെ ഒരു ഇറങ്ങുന്ന ഒരു ഭാഗത്തോട്ടാണെങ്കിൽ നമ്മൾ നോർമലി ഇടുന്നത് റിവേഴ്സ് ഗിയറിൽ ഇടുന്നതാണ് നല്ലത്. ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഗിയറിലോട്ടാണ് വാഹനം, ഫോർവേഡ് ഗിയറിലോട്ടാണ് വാഹനം എപ്പോഴും എടുത്തിടാൻ നല്ലത്. അപ്പം നോർമലി നമ്മൾ ഗിയറിൽ ഇട്ടിട്ടാണ് പോവാറുള്ളത്. ദെൻ എമർജൻസി സ്റ്റോപ്പിംഗ്. എന്താണ് എമർജൻസി സ്റ്റോപ്പിംഗ്? വാഹനം അപകടം ഉണ്ടാകുമെന്ന സാഹചര്യത്തിലോ മറ്റു സാഹചര്യങ്ങളാലോ പെട്ടെന്ന് തന്നെ നിർത്തേണ്ട അവസരങ്ങളിൽ അടിയന്തര സ്റ്റോപ്പിംഗ്, എമർജൻസി സ്റ്റോപ്പിംഗ് ഉപയോഗിക്കുന്നു അല്ലേ. നമ്മൾ പെട്ടെന്ന് വാഹനം നിർത്തുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എമർജൻസി സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. എമർജൻസി സ്റ്റോപ്പിംഗ് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ എമർജൻസി സ്റ്റോപ്പിംഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്.
എമർജൻസി സ്റ്റോപ്പിംഗ് ചെയ്യേണ്ട അവസരങ്ങളിൽ ഇരു കൈകളും സ്റ്റിയറിംഗ് വീലിൽ തന്നെ പിടിച്ചിരിക്കണം. ഇത് വാഹനത്തിന് മേലുള്ള നിയന്ത്രണം കൂട്ടുന്നു. നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരികയാണ്, നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, കൈ വിടരുത്. രണ്ട് കൈയും നമ്മളുടെ സ്റ്റിയറിംഗിൽ നിർബന്ധമായിട്ടും പിടിച്ചിരിക്കണം. രണ്ടാമത്, ബ്രേക്ക് ശക്തിയായി ചവിട്ടുക. അതിനുശേഷം കഴിയുകയാണെങ്കിൽ എൻജിൻ സ്റ്റോപ്പ് ആകാതിരിക്കാൻ ക്ലച്ച് അമർത്തുക. നമ്മൾ പെട്ടെന്ന് എമർജൻസി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ആയിരിക്കും നമ്മൾ വേഗം ചവിട്ടുന്നതോട് കൂടി വണ്ടി പെട്ടെന്ന് എന്ത് ചെയ്യും, ഗിയറൊക്കെ ടോപ്പ് ഗിയറിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ടോർക്കിന്റെ ഡിഫറൻസ് കാരണം നമ്മൾ വാഹനം സ്റ്റോപ്പ് ആവും, എഞ്ചിൻ സ്റ്റോപ്പ് ആവും, ഓഫായി പോവും. ഓഫ് ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടുക. എമർജൻസി സ്റ്റോപ്പിൽ ക്ലച്ച് ചവിട്ടണം നിർബന്ധമല്ല, വാഹനം നിർത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എഞ്ചിൻ ഓഫായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അടുത്തെന്ന് പറയുന്നത്, വാഹനത്തിന്റെ ചലനം അവസാനിച്ച ശേഷം ഹാൻഡ് ബ്രേക്ക് ഇടുകയും ഗിയർ ന്യൂട്രൽ പൊസിഷൻ കൊണ്ടുവരികയും ചെയ്യുക. എപ്പോഴും സ്റ്റോപ്പിങ്ങിലാണെങ്കിലും, ഏത് നോർമൽ സ്റ്റോപ്പിംഗ് ആണെങ്കിലും എമർജൻസി സ്റ്റോപ്പിംഗ് ആണെങ്കിലും എപ്പോഴും വാഹനം നിന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഏതൊക്കെയാണ് എമർജൻസി സ്റ്റോപ്പിങ്ങിനെ കുറിച്ചും നോർമൽ സ്റ്റോപ്പിങ്ങിനെ കുറിച്ചും അതോടൊപ്പം തന്നെ പാർക്കിങ്ങിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർക്കിങ്ങിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോപ്പിങ്ങിനെ കുറിച്ചും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് നോർമലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മളുടെ സിലബസിൽ പറയുന്ന കാര്യങ്ങളാണ്, എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമായിട്ട് CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതേപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്